പൂനെ സൈനിക ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ കോഴിക്കോട് പാവങ്കാട് സ്വദേശി കെ വിഷ്ണുവിനെയാണ് കാണാതായത്. അവധി ലഭിച്ച വിഷ്ണു നാട്ടിലേക്ക് പുറപ്പെടുന്നുവെന്ന് ബന്ധുക്കളെ അറിയിച്ചിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ കണ്ണൂരിലെത്തിയതായി അമ്മയ്ക്ക് വാട്സപ്പിൽ ശബ്ദ സന്ദേശം അയച്ചു. കൂടുതൽ കാര്യങ്ങളൊന്നും സന്ദേശത്തിൽ പറഞ്ഞിരുന്നില്ല. പിന്നീട് ഇങ്ങോട്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കണ്ണൂരിലെത്തിയെന്ന് സന്ദേശം അയച്ചെങ്കിലും വിഷ്ണുവിന്റെ അവസാന ടവർ ലൊക്കേഷൻ പൂനെയിൽ തന്നെയാണ് കണ്ടെത്തിയതെന്ന് എലത്തൂർ പോലീസ്. ഡിസംബർ 17 പുലർച്ചെ 2:16 അമ്മയ്ക്കൊരു വോയിസ് മെസ്സേജ് ഇട്ട് നാട്ടിലേക്ക് വരിക. ഞാൻ ട്രെയിന് കയറിയിട്ടുണ്ട്. കണ്ണൂർ എത്തിയ ട്രെയിന് ഇപ്പോൾ കണ്ണൂരിലാണ് ഉള്ളത്. ഒരു 5:30 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അവനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സ്വിച്ച് ഓഫ് ആണത്. അടുത്ത മാസം 11-ാം തീയതി വിഷ്ണുവിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നു. വിവാഹ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയാണ് അവധിക്ക് അപേക്ഷിച്ചത്. എമർജൻസി ലീവിനാണ് അപേക്ഷിച്ചതെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ്. കല്യാണം അടുത്ത മാസം 11-ാം തീയതി നിശ്ചയിച്ചതാണ്. അപ്പോൾ അതിന് ലീവ് കുറച്ച് ദിവസത്തേക്ക് എടുത്ത് വന്നിട്ട് പിന്നെയും അപേക്ഷിക്കാന്നുള്ളതാണ് പറഞ്ഞത്. സൈനികരുടെ നേതൃത്വത്തിൽ പൂനെയിലും അന്വേഷണം തുടരുകയാണ്. മിലിറ്ററി ബോക്സിംഗ് താരം കൂടിയാണ് വിഷ്ണു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.